നമസ്കാരം. അറബിക്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കണക്കിലെടുത്ത് പ്രതിരോധ സംവിധാനം ശക്തമാക്കി ഇന്ത്യൻ നാവികസേന. നിരീക്ഷണത്തിനായി P-81 ലോങ് റേഞ്ച് പെട്രോളിംഗ് വിമാനവും INS മോർമുഗാവോ, INS കൊച്ചി, INS കൊൽക്കത്ത എന്നീ യുദ്ധക്കപ്പലുകളും വിന്യസിപ്പിച്ചിട്ടുള്ളതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇറാനിൽ നിന്നും വിക്ഷേപിച്ച ഒരു വൺവേ ആക്രമണ ഡ്രോൺ MV ചെം പ്ലൂട്ടോയെ ഇടിച്ചതായി പെന്റഗൺ വക്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ അമേരിക്കയുടെ ഈ ആരോപണം ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. ആക്രമണവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഹൂതികളുടെ പ്രവർത്തനങ്ങളുമായി ഇറാൻ സർക്കാരിനെ ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും ഇറാൻ വിദേശകാര്യ സഹമന്ത്രി അലി ബഗേരി വ്യക്തമാക്കിയിരുന്നു. കെമിക്കൽ ടാങ്കർ MV ചെം പ്ലൂട്ടോയെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഡ്രോൺ ഇടിച്ചെങ്കിലും ആക്രമണത്തിന്റെ ഉത്ഭവവും അതിന് ഉപയോഗിച്ച സ്ഫോടക വസ്തുവിന്റെ അളവും കൂടുതൽ ഫോറൻസിക് സാങ്കേതിക പരിശോധനയ്ക്ക് ശേഷം അറിയാനാകുമെന്ന് ഇന്ത്യൻ നാവികസേന കഴിഞ്ഞ ദിവസം നടത്തിയ വിശകലനത്തിൽ പറയുന്നു. ഇന്ത്യൻ തീരത്തിന് 200 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ആക്രമണം നടന്നത്. 2 ദിവസത്തിനു ശേഷം മുംബൈ തുറമുഖത്ത് എത്തിയ കപ്പൽ നേവിയുടെ സ്ഫോടക വസ്തു നിർമ്മാർജ്ജന സംഘം വിശദമായി പരിശോധിച്ചു. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിനിടയിൽ ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലും ഇറാൻ പിന്തുണയുള്ള ഹൂതി തീവ്രവാദികൾ വിവിധ വാണിജ്യ കപ്പലുകൾ ലക്ഷ്യമിടുന്നുവെന്ന ആശങ്കകൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം MV ചെം പ്ലൂട്ടോയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം നടന്നത്. 21 ഇന്ത്യക്കാരും ഒരു വിയറ്റ്നാമീസ് ജീവനക്കാരനുമായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ മംഗളൂരു തുറമുഖം ലക്ഷ്യമാക്കിയാണ് കപ്പൽ നീങ്ങിയിരുന്നത്. കെമിക്കൽ ഓയിൽ പ്രൊട്ടക്ട് ടാങ്കറായ കപ്പൽ ഡിസംബർ 25-നാണ് മംഗളൂരു തുറമുഖത്ത് എത്തേണ്ടിയിരുന്നത്. ഇന്ത്യയിലെ മംഗളൂരു തുറമുഖം ലക്ഷ്യമാക്കിയാണ് കപ്പൽ നീങ്ങിയിരുന്നത്. അപായ സന്ദേശം ലഭിച്ചതിന് പിന്നാലെ നാവികസേന കപ്പൽ ICGS വിക്രം MV ചെം പ്ലൂട്ടോയ്ക്ക് സമീപത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷം കപ്പലിലുള്ളവർ സുരക്ഷിതരാണെന്ന് അറിയിച്ചിരുന്നു. ആക്രമണത്തിന്റെ രീതിയും കപ്പൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങളും ഡ്രോൺ ആക്രമണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായി ഒരു നാവികസേനാ വക്താവ് പറഞ്ഞു. എന്നിരുന്നാലും ഉപയോഗിച്ച സ്ഫോടക വസ്തുവിന്റെ തരവും അളവും ഉൾപ്പെടെ ആക്രമണത്തിന്റെ വെക്ടർ സ്ഥാപിക്കാൻ കൂടുതൽ ഫോറൻസിക് സാങ്കേതിക വിശകലനം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ മാസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇസ്രയേലിന്റെ ഒരു ചരക്ക് കപ്പലിന് നേരെ സമാനമായ ആക്രമണം നടന്നിരുന്നു. ഇറാന്റെ ഇസ്ലാമിക് വൈലൂഷണറി ഗാർഡാണ് ഈ കപ്പലിനെ ആക്രമിച്ചതെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കടലിലും ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇറാൻ പിന്തുണയുള്ള ഹൂതി സായുധ സംഘങ്ങളാണ് ഇവിടെ ആക്രമണം നടത്തുന്നത്. ഇസ്രയേലുമായി ബന്ധമുള്ള ചരക്ക് കപ്പലുകളെ തങ്ങൾ ആക്രമിക്കുമെന്നും ഇവർ പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്ന് നിരവധി കപ്പലുകൾ റൂട്ട് മാറ്റി ആഫ്രിക്കൻ തീരങ്ങൾ വഴിയാണ് നിലവിൽ സഞ്ചരിക്കുന്നത്. 35 രാജ്യങ്ങളിലെ 10 ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതി സായുധ സംഘം ഇതുവരെ 100 ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി അമേരിക്ക ആരോപിച്ചിരുന്നു. മെഡിറ്ററേനിയൻ കടലിലും സ്ഥിതിഗതികൾ സങ്കീർണമാണ്. ഗാസയിൽ ആക്രമണങ്ങൾ തുടർന്നാൽ മെഡിറ്ററേനിയൻ കടലിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തനിനിറം.